ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. 2 ഡേ ട്രിപ്പാണ് പോകുന്നത്. നമ്മുടെ സ്വന്തം കൊടൈക്കനാലിലാണ്. അവിടെയുള്ള ഗുണ കേവ് എല്ലാ സ്ഥലവും ചുറ്റി കണ്ടിട്ടാണ് വരിക. നമ്മൾ പോകുന്നത് ഇന്ന് നൈറ്റ് 8 മണിക്ക്, രാത്രി 8 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ടൂർ ബസ്സിലാണ് പോകുന്നത്. ഫാമിലി ട്രിപ്പാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും എൻ്റെ ട്രിപ്പിനുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇന്ന് രാത്രി 8 മണിക്ക് കാണാം. ഇപ്പൊ കൃത്യം 6:42 ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. 8 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഇപ്പൊ ഞാൻ റെഡിയായി. നിന്റെ ഫാമിലിയും കൂടി റെഡി ആവണമല്ലോ. നീ ഫാമിലിയും കൂടി റെഡി ആയാൽ ഞങ്ങൾ പോകും. അപ്പോൾ ഗൈസ് എല്ലാവരും റെഡിയായി. ഞങ്ങൾ മാറ്റി വീടൊക്കെ പോട്ടുകയാണ്. എല്ലാവരും ബാഗൊക്കെ എടുത്തു. ഞങ്ങളിപ്പോൾ 2 ആൾക്കാരെ കാത്തിരിക്കുകയാണ്. പിന്നെ ബാഗിൻ്റെ പൂരായി എത്തിയിട്ടുണ്ട്. എല്ലാവരും തുള്ളലോട് തുള്ളലേ. അടിച്ചു പൊളിച്ചു ആ ദിവസത്തെ ബസ്സിൽ പോകുന്ന യാത്ര. കളികളൊക്കെ ബസ്സിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത പോലെ ചിലരൊക്കെ നോക്കി ഞങ്ങൾ ഏകദേശം കൊടൈക്കനാൽ എത്താനായിട്ടോ. ഇതാ നമ്മുടെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. മലകൾ ഒക്കെ കാണുന്ന അടിപൊളിയാണ് ആ കാഴ്ച. പിന്നെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതൊക്കെ കാണാൻ അടിപൊളിയാണ്. അത് ആ മരത്തിൻ്റെ ഇടയിൽ നിന്ന്. തമിഴ്നാടായതുകൊണ്ട് കടകളുടെ മുമ്പിലൊക്കെ തമിഴ് എഴുതിച്ചിട്ടുണ്ട്. ഒരു കുന്ത് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മാത്രമല്ല ബസ്സിൽ ആർക്കും മനസ്സിലായില്ല. ചില ആൾക്കാർക്ക് മാത്രം മനസ്സിലായത്. പിന്നെ അവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞു. രാവിലെ ആയതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഡാൻസൊക്കെ നിർത്തി, പാട്ടൊക്കെ നിർത്തി. പിന്നെ അതാ റൂമിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണത്തിന് പുട്ടും കടലക്കറിയാണ് ഞാൻ എടുത്തത്. ബജ്ജി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ചിലർക്ക് ബജ്ജിയാണ് എടുത്തത്, ചേച്ചിയൊക്കെ ബജ്ജിയാണ് എടുത്തത്. ഞാൻ പുട്ടും കടലയാണ് കഴിച്ചത്. എൻ്റെ ഏട്ടന്മാരും എല്ലാവരും പുട്ടും കടലയും എടുത്തിട്ടുണ്ട്, ബജ്ജി എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് ആദ്യത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ബസ് കാത്തുക. ഞങ്ങൾ വേറെ ബസ്സിലാണ് പോകുന്നത്. പിന്നെ അത് ബസ് കയറി ഇത് ആദ്യമായിട്ട് പോകുന്ന സൂയിസൈഡ് പോയിൻറ്റിലേക്കാണ്. അവിടെ ഒരു കുരങ്ങനൊക്കെ ഉണ്ടായിരുന്നു. ഏത് നേരം ആ കുരങ്ങനെ ഷൂട്ട് ചെയ്യലായിരുന്നു ഞങ്ങളുടെ പണി. അടിപൊളി സ്ഥലമായിരുന്നു. ആ മലനിരകൾ അവിടെ നിന്ന് കാണാൻ അതിൻ്റെ ഒരു അടിപൊളി ഒരു വൈബായിരുന്നു. ഞങ്ങൾ കുറേ നേരം ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്ത് നല്ല വൈബാക്കി. കുരങ്ങനൊക്കെ കാണാൻ ഓരോരുത്തരുടെ സാധനങ്ങളൊക്കെ കുരങ്ങെടുത്ത് കൊണ്ടുപോകലായിരുന്നു പണി. കേട്ടോ, അവിടെ ഒരു കുരങ്ങനെ ഇതായിരുന്നു എൻ്റെ അമ്മയ്ക്കും എനിക്കും. ഞങ്ങളെല്ലാവരും അതിനെ ഓരോന്ന് കൊടുക്കുകയാണ് ഇങ്ങനെ. പക്ഷേ ഞങ്ങളെ ആൾക്കാർ ചില സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുമുണ്ട്. അവിടെ അടുത്തുള്ള ഒരാളെ കുപ്പിയിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത്, ബാഗിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അടിപൊളി സ്ഥലം, സൂയിസൈഡ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി നിറയുന്ന സ്ഥലമാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. അവിടുത്തെ ഫസ്റ്റത്തെ സ്ഥലം ആദ്യം ഞങ്ങളോട് പറഞ്ഞ വാട്ടർഫാൾസിലേക്കാണ് പോകുന്നതെന്നാണ്. പക്ഷേ സൂയിസൈഡ് പോയിൻ്റ് അവിടെ അടുത്തായതുകൊണ്ട് പറഞ്ഞു അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ഥലമാണ് പില്ലർ റോക്സ്. അതാ ഞങ്ങൾ പില്ലർ റോക്സ് എത്തി. അപ്പോൾ പില്ലർ റോക്സിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ സ്വന്തം ഗുണ കേവ് നിൽക്കുന്നത്. പില്ലർ റോക്സിൽ അവിടെ കുറേ കളിയായിരുന്നു. നിറച്ച് ജനങ്ങളായിരുന്നു. ഞങ്ങൾക്കൊരു പൊടി നിൽക്കൾ അങ്ങനത്തെ സ്ഥലമില്ലാത്ത പോലെയായിരുന്നു. പക്ഷേ കമ്പീൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു രസം. പിന്നെ കുറേ ആനകളുടെ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോൻ്റെ പൂരായിരുന്നു അവിടെ നിന്നിട്ട്. എൻ്റെ ഫാമിലിയൊക്കെ അങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പില്ലർ റോക്സിനെ. അടിപൊളി സ്ഥലം ഞാൻ കാണിച്ചു തരാം. യെസ്, ഇതാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ സ്വന്തം ഗുണ കേവ്. നമ്മൾ അടുത്തതായിട്ട് ഞങ്ങൾ പോകുന്നത് ഗുണ കേവിലേക്കാണ്. കണ്ടോ, പിന്നെ ഫുള്ള് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അങ്ങനെ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്.
കണ്ടോ, എല്ലാവരും ഞങ്ങൾ ഒരു കുട്ടി പോലും അവിടെ ഫോട്ടോ എടുക്കാത്തില്ല. ഞാനൊക്കെ ഇങ്ങനെ അതിൽ തന്നെ തുറച്ച് നോക്കിയിരിക്കുക. നമ്മുടെ സുഭാഷ്, മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് വീണല്ലേ, ആ സിനിമ അതെവിടേക്കാവും വീണ. പിന്നെ ഈ ലേക്ക് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ കുറേ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെല്ലാവരും, കുട്ടികൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എവിടേക്കോ ആണ്, പല പല സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഓരോ സംശയം ഓരോരുത്തരോട് ചോദിച്ച് ഒരു വഴിക്കായിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ മേലോട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോഴും ഇതാക്കി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. യെസ്, ഇതാണ് ഞങ്ങളുടെ സ്ഥലം. കണ്ടോ, പില്ലർ റോക്സിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അത്ര ഭംഗിയുണ്ടായിരുന്നു, അത്രയ്ക്കും ഭംഗി. എന്താ വെച്ചാൽ ആ സൈഡ്, ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഗുണാക്കേവിൻ്റെ സൈഡിലേക്ക് നടക്കുക. ഇവിടുന്ന് കുറച്ച് ബസ്സിൽ പോയാലാണ്, മലേൻ്റെ മുകളിലാണ് നമ്മുടെ ഗുണാക്കേവ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ മേലത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനും അതിൻ്റെ ഓട്ടത്തിലായിരുന്നു. എല്ലാവരും ഇവിടെ ഒരു പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാലം കടന്നിട്ടാണ് അപ്പുറത്തൊരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. കണ്ടോ, ഇവിടെ ഗ്രില്ലൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ എൻ്റെ എത്ര ഫോട്ടോസ് ഞങ്ങൾ എടുത്തു, ഒരു 100ൻ്റെ മേലെ പോയിണ്ടാവും. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സ്ഥലമാണ് നമ്മുടെ സ്വന്തം ഗുണാക്കേവ്. എല്ലാവരും ആ കയറ്റം കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ സിനിമയിൽ കാണുന്ന പോലെയല്ല സത്യത്തിൽ ഗുണാക്കേവ് കിടക്കുന്നത്. കുറച്ചങ്ങോട്ട് കയറണം. നമ്മൾ സിനിമയിൽ ഒരു കാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നല്ലോ, പക്ഷേ ഇത് വലിയ കയറ്റം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗുണാക്കേവ് അപ്പുറത്തുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മുമ്പിലിങ്ങനെ ഓടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ തൊപ്പിയൊക്കെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ തട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാങ്ങി തലയിലൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. നല്ല ബ്ലോക്ക്, അവിടേക്ക് പിന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. പിന്നെ ഏകദേശം ഞങ്ങളെത്തി. നല്ല ബ്ലോക്കായിരുന്നു, ബസ് നിർത്താൻ തന്നെ സ്ഥലമല്ലേ. എൻട്രൻസ് അവർ അടിപൊളിയാക്കിയിട്ട് ഒരു വവ്വാലിനൊക്കെ വെച്ചിട്ട് പൊള്ളിയായിരുന്നു. എൻട്രൻസ് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഒരു പാക്കേജ് ടൂറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നെ എല്ലാതും ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റി. ഉള്ളിലേക്ക് അങ്ങനെ കയറിയിരിക്കുകയാണ്. നിറച്ച് വേരുകൾ നിറഞ്ഞ സ്ഥലം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. നോക്കുമ്പോണ്ട് വേരൊക്കെ മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ആ അപ്പുറത്തെ ഭാഗത്തേക്കാണ് വേരുകളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഫുള്ള് പൈൻ മരങ്ങൾ തന്നെയാണ് തോന്നുന്നു. ഫുള്ള് അതായിരുന്നു. പിന്നെ ഞങ്ങളിതാ കയറ്റം കയറി. പക്ഷേ സിനിമയിൽ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ. പിന്നെ കയറലായിരുന്നു. നല്ല എനർജി എന്ന് എല്ലാവർക്കും. ഞങ്ങൾ ഓരോ മിണ്ടിയും പറഞ്ഞൊക്കെയാണ് പോകുന്നത്. കണ്ടോ, ഫുള്ള് ചുറ്റിലെല്ലാം ഇതൊക്കെ ചേച്ചി ഞാനെല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ കൊടൈക്കനാലിൽ 17 ഡിഗ്രിയായിരുന്നു. ചെന്നപ്പോഴൊക്കെ നല്ല തണുപ്പ് ഇടിച്ചിട്ട് ഞങ്ങൾക്കൊന്നും നേരേക്ക് നിൽക്കാൻ പോലും പറ്റിയില്ല. അവിടെ അത്രയും തണുപ്പുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ കഴിയില്ല. എങ്ങനെയൊക്കെയാണ് സ്വെറ്ററൊക്കെ ഇട്ട് അത് ഇതാക്കി നിന്നു. യെസ്, ഇതാണ് നമ്മുടെ സുഭാഷ് വീണ സ്ഥലം. കട കുരങ്ങനൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്കും ജനങ്ങളെയൊന്നും അവിടെ നിൽക്കാൻ സ്ഥലമില്ല എന്ന് തന്നെ പറയാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്വന്തം. എൻ്റെ ബാക്കിലുള്ളത് ഗുണാക്കേവ്. നമ്മൾ വിചാരിക്കും അവിടെയാണ്, പക്ഷെ അല്ല, ഇവിടെ തന്നെയാണ്. ഒക്കെ ഗ്രില്ലിട്ടിട്ട് ആകെ മറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളൊരു കയറ്റം കയറലായിരുന്നു പണി. എന്നുവെച്ചാൽ അവിടെ ജനങ്ങളായതുകൊണ്ട് അതിൽക്കൂടെ കയറാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഓരോ പാറയൊക്കെ ചവിട്ടി കയറിയിട്ടാണ് മേലോട്ട് എത്തണത്. ഞങ്ങളെ ഫാമിലിയിൽ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ സ്വന്തം ഗുണാക്കേവിൻ്റെ ആ വ്യൂ. നേരത്തെ കണ്ട പില്ലർ റോക്സ് അവിടെ നിന്ന് കാണാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. വേരൊക്കെ ഇവിടെയാണ് കറക്റ്റ് കുറേ വേരുള്ളത്. അത് വേരിൻ്റെ അവിടെ ഇരുന്നിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക. അവിടെയുള്ള ഇടയ്ക്കുള്ള ചില കുഴികളിലൊക്കെ ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പിടിച്ച് വലിഞ്ഞൊക്കെ കയറിയത് എന്ന് തന്നെ പറയാം. പേടിയാവുക, താഴേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു പേടി. പക്ഷെ വീഴുമോ എന്നുള്ളൊരു പേടിയായിരുന്നു ഞങ്ങൾക്ക്. അത്രയ്ക്കും ജനങ്ങളായിരുന്നു. എൻ്റെ അമ്മേ, ഒന്നവിടെ ശ്വാസം വലിക്കാൻ പോലും
അത്രയും ഇടല എന്ന് വെച്ചാൽ വെക്കേഷൻ ആയതുകൊണ്ട് ജനങ്ങൾ കുറേ കൊടൈക്കനാലിൽ ഫുള്ള് കൂടുതലും തമിഴ്നാട്ടിലത്തെ ആൾക്കാരാണ്, മലയാളീസ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുള്ള് അടിച്ച് പൊളിക്കുന്നു. അവിടെ നിന്ന് ഓരോ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് പൊള്ളിയായിരുന്നു. കണ്ടോ, ഇത് ഗുഹേൻ്റെ വേറെ ഭാഗമാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ മലനിരകൾ, പില്ലർ റോക്സ്. ഇതാണ് പില്ലർ റോക്സ് നേരത്തെ കണ്ടത്. അതിൻ്റെ മുൻവശത്താണ് നേരത്തെ നമ്മൾ നിന്ന് കാഴ്ചകൾ കണ്ടത്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമ്മുടെ ഗുണ കേവ് ഉള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ കളികളൊക്കെ കളിച്ചു, ആകെ പൊളിയാക്കി. പിന്നെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സ് നിന്ന് അലറിയ ആ സ്ഥലത്തേക്ക്, ആ ഗേറ്റിൻ്റെ അവിടെ ഞങ്ങളെത്തി. പിന്നെ ഓരോ കൺഫ്യൂഷൻ ആയത് കസിനോട് ഇങ്ങനെ ചോദിച്ചത്. കസിൻ്റെ പേര് റീന എന്നാണ്. ഞങ്ങനെ റീനച്ചനോട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു എൻ്റെ പണി. പിന്നെ കണ്ണനൊക്കെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തല ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടപ്പോൾ അവിടെ ഓട്ടിൽ കൂടെ ഇറങ്ങിയ സ്ഥലം കാണുന്നില്ല. അപ്പോൾ ഈ കൂടെ ഇറങ്ങിയതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഫുള്ള് കാട് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് കൂടെ ഇറങ്ങിയെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾ ഇറങ്ങിയാലേ വെച്ച് പിന്നെ വേണ്ട, പേടിച്ചിട്ട് ഞാൻ ചോദിച്ചു കുറേ, നമുക്ക് ജസ്റ്റ് ഇവിടെ വരെ ഇറങ്ങി നോക്കിയാലോ എന്ന് വെച്ചു. കാരണം വീടുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല, അതിൻ്റെ കുറേ തർക്കമായിരുന്നു അവിടെ കിടന്ന് ഞങ്ങൾ. പിന്നെ ഫുള്ള് ഈ തട്ടത്ത് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ കിട്ടിയ ചാൻസിൽ ഞങ്ങൾ അവിടെ കയറി ഒപ്പിക്കുകയാണ് എല്ലാവരും. ഇടയ്ക്ക് സ്ലിപ്പായി നിരങ്ങി താഴോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഗുണാക്കീവ് ഇങ്ങനെ കുറേ നേരം എക്സ്പ്ലോർ ചെയ്ത് വേരുകളിലൊക്കെ പിടിച്ച്, അച്ചുമൊക്കെ വേരുകളിൽ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പിടിച്ച് വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ് മേലോട്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ കയറിയില്ല, ഞാൻ താഴെ ഇരുന്ന കാഴ്ചകൾ കാണുകയായിരുന്നു. ഒരു കുരങ്ങൻ ഒരാളെ കയ്യിൽ നിന്ന് ഒരു ഫാൻറ്റ ഡ്രിങ്ക് എടുത്തിട്ട് കുടിക്കണ കാഴ്ചയാണ് ഇത്ര നേരം നമ്മൾ കണ്ടിരിക്കുന്നത്. കണ്ടോ, ഇരുന്ന് കുടിക്കുക. ഞങ്ങൾക്കൊക്കെ പേടി, നാളെയുള്ള വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകുമെന്ന്. പിന്നെ ഗുണാക്കേവ് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളിതാ തിരിച്ച് ബസ്സിലേക്ക് പോകാനുള്ള നടത്താണ് ഞങ്ങൾ കാണുന്നത്. കണ്ടോ ഗൈസ്, ഇങ്ങനെ നടന്ന് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അടുത്തത് പൈൻ ഫോറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞത്, അറിയില്ല, ചിലപ്പം ബൊട്ടാനിക്കൽ ഗാർഡൻ ആവും. അങ്ങനെ ഏതെങ്കിലും ടോട്ടൽ ഞങ്ങൾക്ക് 7 സ്ഥലങ്ങളിലെത്തിയാൽ പോകാനുള്ളത്. അതിൽ ചിലതൊക്കെ ഇങ്ങനെ ചുരുക്കി ചില സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇടയ്ക്ക് ചില സ്ഥലങ്ങൾ കയറുന്നുമുണ്ട്. ഇടയ്ക്ക് ഞങ്ങളോട് പറയാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പൈൻ ഫോറസ്റ്റ് എത്തി. പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഫുൾ എക്സ്പ്ലോറിങ്. അവിടെ കുതിര ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലം എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റിയ സ്ഥലം തപ്പി ഇറങ്ങിയപ്പോഴാണ് അവിടെ ചുറ്റിലും ക്യാമ്പ് ഫയറിങ് ചെയ്യുന്ന സ്ഥലം, മരങ്ങൾ കൊണ്ട് സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ പോയിരിക്കുകയാണ്. കണ്ടോ, കുതിരയിൽ പോകുന്നത്. ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ വേണ്ട, പേടി. ഒരു കുട്ടി കുതിരേൻ്റെ മേലെ നിന്ന് താഴേക്ക് പെടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീടെന്ന് കണ്ടപ്പോൾ തന്നെ മാറി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, മരങ്ങളുകൊണ്ട് സീറ്റ് ഉണ്ടാക്കി. പിന്നെ എല്ലാവരും ചുറ്റിലിരുന്ന് ഓരോ കഥകൾ പറയും. ഞങ്ങൾ കളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ കുറേ ചോദിച്ചു, കളിച്ചാലോ പറഞ്ഞാൽ കളിക്കണ്ട, വേണ്ടെങ്കിൽ പോയി ഫോട്ടോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞു. കണ്ടോ, ചുറ്റിലിരുന്നു. 2 ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായതുകൊണ്ട് കയറ്റൊക്കെ കയറാൻ നല്ല പണിയായിരുന്നു. പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലായിരുന്നു. ഇനി കുറച്ച് എൻ്റെ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇതെന്താണ്, ഏതോ ഒരു എനിക്ക് സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ലായിരുന്നു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു അതിൻ്റെ മേലെ കയറിയൊക്കെ നിന്ന് നോക്കാനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ കയറിയില്ല. പിന്നെ പറഞ്ഞു എങ്ങനെയൊക്കെയോ കുത്തി കയറിയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കി. കാലൊക്കെ വിറക്കിയതോ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പിടിച്ച് കയറുമ്പോൾ. പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞില്ല, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞില്ല. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. അവിടെയും നല്ല ജനങ്ങളുടെ അടിപൊളി ഗാർഡനായിരുന്നു. ഏതൊരു ഫാമിലിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ. ഞങ്ങളൊരു സ്ഥലമൊക്കെ നോക്കി നടക്കിയിരുന്നു, പുല്ലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കി നടക്കുമായിരുന്നു. ഫോണൊക്കെ പിടിച്ചത് തല തിരിഞ്ഞൊക്കെയാണ് നിന്നിരുന്നത്.
അപ്പോഴത്തെ ഒരു മൂഡിൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അവിടെ കിടന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെയാണ് തോന്നിയത്. പിന്നെ എല്ലാവരും നിലത്തൊക്കെ കിടന്നും കളിച്ചൊക്കെയായിരുന്നു. ഞങ്ങൾ പിന്നെ ജോലിൻ്റെ കൂടെയൊക്കെ കുറേ ഇരുന്ന് കളിക്കും. പിന്നെ അവിടെ ഒരു മരമൊക്കെ കണ്ടപ്പോൾ അതിനെ ഫോട്ടോ എടുക്കലും ഗാർഡനിൽ കുറേ കാര്യങ്ങൾ കാണാനും അവിടെ പിന്നെ കുറേ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൂന്തോട്ടം ഫുള്ള് ചുറ്റിക്കാണുന്നു. ഞങ്ങൾ പിന്നെ അവിടെ ഒരു ചെറിയൊരു വീട് പോലെ സ്ഥലത്ത് അതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ വളർത്തിയത് കാണാൻ വേണ്ടി ഞങ്ങൾ ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിലും ചുറ്റിലും സത്യത്തിൽ കൊടൈക്കനാൽ ഫുള്ള് ഇപ്പം ജനങ്ങളാണ്. എന്താ അറിയില്ല, ഞങ്ങൾ സെലക്ട് ചെയ്ത സ്ഥലത്ത് തന്നെ ഇത്ര ജനങ്ങളോന്ന്. ഈ വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളൊക്കെ അടച്ചല്ലോ, അപ്പോൾ എല്ലാവർക്കും ടൂറിൻ്റെ സമയമാണ്, അപ്പോൾ ട്രിപ്പിൻ്റെ സമയമുണ്ട്. പിന്നെ ഞങ്ങളിതാ ചുറ്റി കാണുക. പിന്നെ ഇവിടുത്തെ ഒരു പർപ്പിളും വെള്ളയും കളറുള്ള ഒരു കളർ പൂക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ആദ്യം ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഡോണ്ട് പിക്ക് ദ ഫ്ലവേഴ്സ് എന്ന്. അതുകൊണ്ട് പൂക്കളൊന്നും പറിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ ഒരു പൂന്തോട്ടം വെച്ച പോലെ, പറഞ്ഞത് മാറിപ്പോയതാണ്, ഒരു പൂക്കളിട്ട പോലെയൊക്കെയായിരുന്നു. അവിടെ ചെടികൾ സെറ്റ് ചെയ്തത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ കുറേ ആൾക്കാർ പാർക്ക് അത് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുട്ടീനെയും കൊണ്ട് പാർക്കിൽ പോയി. പിന്നെ ഇവരെ കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ഒരു ബെഞ്ചിൽ ഇരുന്ന് കാഴ്ചകൾ ഇരുന്ന് കാണുന്നു. അവരെങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഫുള്ള് തല്ലും പിടിയൊന്നും ഇരിക്കാനൊക്കെ, സീറ്റിലിരിക്കാനൊക്കെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സെൽഫി, ഫോട്ടോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എടുത്ത് എക്സ്പ്ലോർ ചെയ്തു. എല്ലാവരും പിന്നെ എത്തി തുടങ്ങി. കണ്ടോ, പല അടിപൊളി പല ഡിസൈനിലൊക്കെയാണ് അവിടെ പൂക്കൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുള്ള് എക്സ്പ്ലോറിങ്. പിന്നെ എല്ലാവരും എത്തിയപ്പോൾ ഇവിടെ അടിയിൽ സെറ്റ് ചെയ്തൊരു ഗാർഡനിങ്ങിൽ പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഗാർഡൻ ഫുള്ള് ഞങ്ങൾ ആ നേരം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് തീർത്തു എന്ന് തന്നെ പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്നും കുറേ സെൽഫിയൊക്കെ എടുത്തു. ബാക്കിലൊരു വലിയ കുളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ താമരയാണ് ഉദ്ദേശിച്ചത്, താമരക്കുളമാണ് അത്. പിന്നെ ഞങ്ങളവിടെ ടെഡി ബിയറിനെ പോലെയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ കണ്ടു. അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. ആകെ കുഴഞ്ഞു. പിന്നെ തണുപ്പും ഉണ്ടായിരുന്നുകൊണ്ട് തണുപ്പൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയാം. തണുപ്പും വെയിലും അത് രണ്ടും കൂടി താങ്ങാനുള്ളൊരു ശേഷി ഞങ്ങൾക്ക് അവിടെ കിട്ടിയില്ല. സ്വെറ്ററൊക്കെ എടുത്ത്, ചിലർക്കൊന്നും സ്വെറ്റർ ഇല്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. അവരൊക്കെ പുതപ്പൊക്കെ വീശിട്ടായിരുന്നു ബസ്സിലൊക്കെ കിടന്നത് തന്നെ. ഇവിടുന്ന് അവർക്ക് അത്ര കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അത്രയൊക്കെ ഇതാക്കിയില്ല. നിങ്ങളിപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു ഡോറാബുജിനെ പോലെ സെറ്റ് ചെയ്ത്, പുല്ല് സെറ്റ് ചെയ്ത് അടിപൊളിയല്ലേ, കണ്ടോ. ഇവിടെ വിമാനത്തെ പോലെ അങ്ങനെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ലേക്കാണ്, കൊടൈക്കനാൽ ലേക്ക്. ഞങ്ങൾ പിന്നെ ബോട്ടിങ്ങിന് കയറിയില്ല, കുറേ വൈകിയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ബോട്ടിങ്ങിലൊന്നും കയറണ്ട, വേഗം പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റിപ്പോയി ഗൈസ്. ഞങ്ങൾ ആ ലേക്ക് ഫുള്ള് ചുറ്റാച്ചപ്പോൾ ചുറ്റി തല കറങ്ങുന്ന അവസ്ഥയായി. സ്ഥലം തീരുന്നില്ല. അമ്മേ, ഞങ്ങൾ എല്ലാവരും പിന്നെ 2 ഗ്രൂപ്പായിട്ട്, ഒരാൾ തർക്കിച്ച് ഒരാൾ മുമ്പിൽ കൂടിയും പോയി, ഒരാൾ ബാക്കിൽ കൂടിയും പോയി, തിരിച്ചടക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ കുറേ തർക്കമുണ്ടായി. ഞങ്ങൾ പിന്നെ ഞാനും അമ്മയും കണ്ണനും അപ്പുചേച്ചിയും കൂടെ ആയിരുന്നു ഒരു സ്ഥലത്തൊക്കെ ഇവിടെ പോയത്. ബാക്കി എല്ലാവരും റിവേഴ്സ് അടിച്ച് പോയി. ഞങ്ങൾ ചുറ്റും നടന്ന് എത്തുന്നില്ല, അത്രയും ദൂരം ഉണ്ടായിരുന്നു. പിന്നെ വരുന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ അങ്ങനെ റെസ്റ്റ് എടുത്തു, കുറേ നേരം ഇരുന്നു അവിടെ. അത് കുറച്ച് നേരം മുമ്പ് പറ്റിയ പ്രശ്നമായിരുന്നു. പിന്നെ അവിടെ കട കണ്ടപ്പോഴാണ് ഞങ്ങൾ വിശന്നപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ നടക്കാനില്ല. പിന്നെ അഗേട്ടൻ വലിച്ചഴച്ച് കൊണ്ടുവന്നപ്പോഴാണ് ഞാനും വന്നത്. പിന്നെ അടിപൊളി ഗൈസ്, ഇത് കണ്ടോ, ഒരു വെള്ളം പല സൈഡിൽ. എല്ലാവരും ക്ഷീണത്തിലായിരുന്നു, നടന്ന ക്ഷീണത്തിൽ ഞാൻ പാട്ട് വെച്ച് വെറുതെ അത്ര വലിയ ഡാൻസൊന്നും ഞങ്ങൾ കളിച്ചില്ല. വെറുതെ ഞാൻ ജസ്റ്റ് ഇരുന്നു പാട്ട് വെച്ച് സീറ്റിലൊന്നും ഇരുന്നും ഗുമ്മ. ഞങ്ങൾക്ക് എല്ലാവരും വിളിച്ച ശേഷം പറഞ്ഞു ഞങ്ങളില്ല, ഞങ്ങൾ കളിച്ചോളി, അങ്ങനത്തെ ഒരു മൂഡിലേന്ന് നിന്ന്. പിന്നെ ഞാനും അച്ഛവരക്കിരുന്ന് കയ്യോണ്ടൊക്കെ ഗുമ്മ് കാണിച്ചവിടെ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ക്ഷീണത്തെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞതാണ്, ഏച്ചിരിക്കുകയാണ്. അവിടെ എത്താനായി. അപ്പോൾ ഗൈസ്, ഇന്നലെ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങിയിരുന്നു. പിന്നെ വീട്ടിലെത്തിയത് 4:30 സംതിങ് ആകുമ്പോഴാണ് വീട്ടിലെത്തിയത്.
അപ്പോൾ പിന്നെ രാവിലെയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വർഷം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.